മനസ്സും ശരീരവും രണ്ടല്ല, ഒന്നാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നും രണ്ടും ചേർന്ന സമഗ്രവും തുടർച്ചയുള്ളതുമായ ഒന്നിന് ഉപരിയായിട്ടുള്ള ആത്മാവാണ് ആത്യന്തികമായി പ്രധാനവും എന്ന കാഴ്ചപ്പാടോടെയാണ് ഞാനിത് എഴുതാൻ തീരുമാനിച്ചത്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു നാഴികക്കല്ലാണ് വൈവാഹിക ജീവിതാരംഭം. അതിലേക്ക് പ്രവേശിക്കുന്നവർ അതിന് തക്കവണ്ണം ഒരുങ്ങേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഈ ഒരുക്കങ്ങൾ ഒരു സ്വയം വിലയിരുത്തലിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. ഈ ചെറുപുസ്തകം അതിന് സഹായകമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അധ്യായങ്ങൾ ഓരോന്നും ഒറ്റയ്ക്കും പുസ്തകം മൊത്തത്തിൽ തുടർച്ചയായും കേൾക്കാവുന്നതാണ്. എന്താണ് വ്യക്തിത്വം? വ്യക്തിത്വം എന്നത് ഓരോരുത്തർക്കും തനതാണ്. ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിന് മുൻപ് സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ച് ഓരോരുത്തരും അവബോധമുള്ളവർ ആകുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു. സ്വന്തം അന്തരംഗത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വൈകാരികവും ചിന്താപരവുമായ സത്യസന്ധത ശീലിക്കുക എന്നത് തന്നെയാണ് വ്യക്തിത്വത്തെ മനസ്സിലാക്കുക, തിരിച്ചറിയുക എന്നൊക്കെ പറയുന്നത്. വളരെ ശ്രമകരമായ ഒരു പ്രവൃത്തിയാണിത്. എന്നിരുന്നാലും വിനിമയ അപഗ്രഥന ശാസ്ത്രത്തിലെ അഥവാ ട്രാൻസാക്ഷണൽ അനാലിസിസിലെ ലളിതവും രസകരവും എന്നാൽ ആഴമേറിയ ശാസ്ത്രീയ അടിത്തറയുള്ളതുമായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് നമുക്കൊരു പരിശ്രമം നടത്താം. വിനിമയ അപഗ്രഥന ശാസ്ത്രപ്രകാരം മനുഷ്യധർമ്മങ്ങളും വ്യക്തിത്വവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? മനുഷ്യന്റെ നിലനിൽപ്പ് 3 അടിസ്ഥാന ധർമ്മങ്ങളെ നിലനിർത്തിയാണ് എന്ന് എറിക് ബേൺ സമർത്ഥിക്കുന്നു. ഇപ്രകാരം സ്വധർമ്മങ്ങൾ നിർവഹിക്കാൻ തദനുസരണമായ വ്യക്തിത്വ രീതികൾ ആവശ്യമാണെന്നും അദ്ദേഹം പഠിപ്പിക്കുന്നു. ആർക്കും ചോദ്യം ചെയ്യാനോ നിഷേധിക്കാനോ സാധ്യമല്ലാത്ത 3 വാസ്തവങ്ങൾക്കനുസരിച്ചാണ് മനുഷ്യധർമ്മങ്ങളെ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. 3 അടിസ്ഥാന വാസ്തവങ്ങളും മനുഷ്യധർമ്മങ്ങളും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത്, എല്ലാ മനുഷ്യരും ശിശുക്കളായി ജനിക്കുന്നു എന്നതാണ്. അതിനാൽ എല്ലാവരും വളരേണ്ടതുണ്ട് എന്നതാണ് ഒരു ധർമ്മം. രണ്ടാമത്തേത്, ശിശുക്കളായി ജനിച്ചവർ വളരുമ്പോൾ, അതായത് തലച്ചോറിന് ക്ഷതം സംഭവിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിവികാസം പ്രാപിക്കുകയും സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാകുകയും ചെയ്യുന്നുണ്ട്. ആയതിനാൽ മുതിർന്ന മനുഷ്യർ സ്വയം തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് എന്നതാണ് രണ്ടാമത്തെ ധർമ്മം. മൂന്നാമത്തേത്, ശൈശവാവസ്ഥയിൽ നിന്നുള്ള വളർച്ചയിൽ എല്ലാവർക്കും ചുറ്റുമുള്ള ഏതെങ്കിലും മാതൃപിതൃസ്ഥാനീയരായിട്ടുള്ളവരുടെ സംരക്ഷണവും സാമീപ്യവും ആവശ്യമാണ്. ആയതിനാൽ വളർച്ചയെത്തിയവർ അടുത്ത തലമുറയെ വളർത്തേണ്ടതുണ്ട് എന്നതാണ് മൂന്നാമത്തെ ധർമ്മം. ഇപ്പറഞ്ഞ കാരണങ്ങളാൽ ഈ 3 പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയ രീതിയിൽ മനുഷ്യന് 3 ഭാവങ്ങളുള്ള വ്യക്തിത്വം രൂപപ്പെടുന്നു. ഇങ്ങനെ വികസിക്കുന്ന ഭാവങ്ങളെ വ്യക്തിഭാവങ്ങൾ എന്ന് പറയാം. ഇംഗ്ലീഷിൽ അവയെ ഈഗോ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നു. ആരോഗ്യകരമായ വ്യക്തിത്വമുള്ള മനുഷ്യരിൽ ഇവ ഓരോന്നും സാഹചര്യത്തിനനുസരിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ മിന്നിമറയുന്നു. ഇവയുടെ ഓരോന്നിൻ്റെയും പ്രകടനം അതിൽ അന്തർലീനമായിരിക്കുന്ന ശാരീരിക പ്രവർത്തനത്തിൽ കൂടിയാണ് വേറൊരാൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് മനസ്സും ശരീരവും രണ്ടല്ല, തുടർച്ചയാണ് എന്ന് പറയുന്നത്. വ്യക്തിഭാവങ്ങൾ എന്നാൽ എന്താണ്? അവ ഏതൊക്കെയാണ്? മുൻപറഞ്ഞ ധർമ്മങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൽ അനിവാര്യമായി മാറി മാറി കാണുന്ന ഭാവങ്ങളെ വ്യക്തിഭാവങ്ങൾ അഥവാ വ്യക്തിത്വത്തിന്റെ ഭിന്ന പ്രകടനങ്ങൾ എന്ന് വിളിക്കാം. അംഗീകാരങ്ങളും വ്യക്തിത്വ വളർച്ചയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യവസ്ഥകളില്ലാത്തതും സന്തോഷകരവുമായ ശ്രദ്ധയും അംഗീകാരവും ലഭിച്ചു വളരുന്ന കുഞ്ഞുങ്ങൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനും കഴിവുള്ളവരായിരിക്കും. വിവാഹ ജീവിതത്തിൽ ലൈംഗിക ബന്ധം ആസ്വാദ്യകരവും ആരോഗ്യകരവുമായിരിക്കുവാൻ എന്താണ് വേണ്ടത്? അത് സമൂഹത്തിന്റെ അനുവാദവും പരസ്പര ഉടമ്പടിയും ലൈംഗിക ജീവിതം ആസ്വദിക്കാനുള്ള മനസ്സുമാണ്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക അവയവം? ലൈംഗിക താൽപ്പര്യങ്ങളെയും ചിന്തകളെയും നിയന്ത്രിക്കുന്ന തലച്ചോറ് തന്നെയാണ് സ്ത്രീക്കും പുരുഷനും ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക അവയവം. ഈ വിവാഹബന്ധത്തിൽ പക്വതയുടെ ആവശ്യം എന്താണ്? വിവാഹബന്ധത്തിൽ 2 വ്യക്തികളുടെയും വ്യക്തിത്വത്തിന്റെ എല്ലാ ഭാഗങ്ങളുടെയും സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി അവയെല്ലാം വേണ്ട രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് വിവാഹബന്ധം സമൃദ്ധവും ആരോഗ്യകരവുമാകുന്നത്. ക്രൈസ്തവർ അല്ലാത്തവർക്ക് ഇതെങ്ങനെ മനസ്സിലാക്കാം? ഏത് മതവിഭാഗത്തിൽപ്പെട്ടാലും ഈശ്വരൻ ഒന്നല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈശ്വരൻ എന്ന് വിളിക്കാൻ സാധ്യമല്ലല്ലോ. ക്രൈസ്തവർ കുമ്പസാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള സ്വന്തം ഈശ്വര ഛായ തിരിച്ചറിയുന്ന പ്രക്രിയയാണ്. ഇത് എല്ലാവർക്കും, വിശ്വാസികളല്ലാത്തവർക്ക് പോലും സാധ്യമാണ്. കാരണം അവരവരുടെ ഉള്ളിലെ നന്മയുടെ ഉറവിടം കണ്ടെത്തുന്നത് തന്നെയാണ് ഈശ്വരനെ കണ്ടെത്തുന്നതും കുമ്പസാരിക്കുന്നതും എല്ലാം. ഈ പുസ്തകത്തെക്കുറിച്ചും
ഇതിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് കൂടുതലായി അറിയാൻ താൽപ്പര്യമുണ്ടോ? ഈ പുസ്തകത്തിൻ്റെ കിൻഡിൽ എഡീഷനും പേപ്പർ ബാക്ക് എഡീഷനും ഹാർഡ് കോപ്പിയും ഇംഗ്ലീഷിൽ അബൻഡൻറ്റ് ലിവിങ് ഫോർ കപ്പിൾസ് എന്ന പേരിൽ amazon.com-ൽ ലഭ്യമാണ്. മലയാളത്തിലുള്ള കിൻഡിൽ എഡീഷനും amazon.com-ൽ ലഭ്യമാണ്. ഇംഗ്ലീഷിലുള്ള ഓഡിയോ ബുക്കും ഗൂഗിൾ ബുക്സിൽ നിന്നും ലഭ്യമാണ്. താൽപ്പര്യമുള്ളവർ ആ വെബ്സൈറ്റുകൾ സന്ദർശിച്ച് വാങ്ങാൻ ശ്രദ്ധിക്കുമല്ലോ. ഇതിൻ്റെ പ്രിൻ്റഡ് കോപ്പി മലയാളത്തിൽ താൽപ്പര്യമുള്ളവർക്ക് കോട്ടയത്തുള്ള MOC ബുക്സിൽ ലഭ്യമാണ്. ഇവിടെ തരുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വാല്യൂ പേയബിൾ പോസ്റ്റായിട്ട് ബുക്ക് അവർ അയച്ചു തരുന്നതാണ്. 0481256130 അല്ലെങ്കിൽ 9496161305.